ഒരു പിടി നല്ല സീരിയലുകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ. കുടുംബവിളക്ക് ഒന്നാം സീസണിലും രണ്ടാം സീസണിലും ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രീലക്ഷ്മി മിനി സ്ക്രീനിൽ സ്ഥാനം ഉറപ്പിക്കുന്നത്. സാന്ത്വനം അടക്കമുള്ള ടെലിവിഷൻ സീരിയലുകളിൽ പ്രേക്ഷകർ എന്നെന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ശ്രീ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ്, കാർത്തിക ദീപം, കൂടത്തായി, അനിയത്തിപ്രാവ് തുടങ്ങി ഒട്ടനവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായിരുന്നു താരം. ഇപ്പോഴിതാ വിവാഹ വിശേഷങ്ങൾ പങ്കിടുകയാണ് ശ്രീലക്ഷ്മി. വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ് ജനുവരി 15-ാം തീയതി പൂവണിയുന്നത്. ഏറെ പ്രതീക്ഷകളോടെ പുതുജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണിപ്പോൾ ശ്രീലക്ഷ്മി ശ്രീകുമാർ. ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരമൊന്നുമല്ല വിവാഹം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർത്തും സ്വകാര്യമായൊരു ചടങ്ങിൽ ജോസ് എന്നെ താലി കെട്ടും. അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിവാഹം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. നമ്മുടെ രണ്ട് കുടുംബങ്ങളും പിന്നെ അത്രയും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങ്. നമ്മൾക്ക് പരസ്പരം ഇഷ്ടമായി വിവാഹം കഴിക്കുന്നു. അമ്പലത്തിലോ പള്ളിയിലോ ചടങ്ങുകൾ വേണ്ടെന്ന് ഞങ്ങൾ രണ്ട് വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ചെറിയ ഒരു താലികെട്ട് ചടങ്ങ് അച്ഛൻ എൻ്റെ കൈ പിടിച്ച് അവനെ ഏൽപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉറപ്പായും അഭിനയം തുടരുമെന്നും നിലവിൽ ഇഷ്ടം മാത്രമാണ് ചെയ്യുന്നതെന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നിലവിൽ ജോസ് ബാംഗ്ലൂരിൽ ലെക്ചറർ ആയി ജോലി ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂരിലേക്ക് പോകും. ഞാൻ ട്രിവാൻഡ്രത്തും വർക്ക് ചെയ്യും. നിലവിൽ നമ്മുടെ പ്ലാൻ അങ്ങനെയാണ്. പിന്നെ ജോസ് പുറത്ത് സെറ്റിൽ ആകാൻ നോക്കുന്നുണ്ട്. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ അതും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പോകാനായാൽ ഉറപ്പായും ഞാനും പോകും. പക്ഷേ നിലവിൽ എൻ്റെ വർക്കും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. +1 പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷൻ ആകുന്നത്. 8 വർഷമായി നമ്മൾ ബന്ധം തുടങ്ങിയിട്ട്. തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട്.